ഹേ ഗായ്സ്, അപ്പം നമുക്കൊരു ഗോവൻ ഡിഷ് ഉണ്ടാക്കിയാലോ. ഈ ഡിഷിൻ്റെ പേരാണ് പാത്തോളി. ഈ ഡിഷ് ആകെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാക്കണം കേട്ടോ. അതും ഗോവയിലെ ഹിന്ദുസ് നാഗ് പഞ്ചമിയുടെ ദിവസം ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ഇലയുടെ പോലെ സാമ്യം വരും കേട്ടോ. പക്ഷേ ഉണ്ടാക്കുന്നത് നമ്മുടെ മഞ്ഞളിൻ്റെ ഇലയിലാണ് കേട്ടോ. ആദ്യം നമുക്ക് അരിമാവ് ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പും ഇട്ട് ഇച്ചിരി നെയ്യും ഇട്ട് കുഴച്ച് വെക്കണേ. പിന്നെ നമുക്ക് ഫില്ലിങ്സിന് വേണ്ടി കുറച്ച് തേങ്ങയും ശർക്കരയും പിന്നെ ഏലക്ക പൊടിച്ചതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും ഇലയുടെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. അത് മിക്സ് സൈഡിൽ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇല എടുക്കുക, നല്ല വാഷ് ചെയ്തെടുക്കുക ഈ മഞ്ഞളില. എന്നിട്ട് ഇങ്ങനെ നമുക്ക് മാവ് പരത്തി കൊടുക്കുക കേട്ടോ. ചെറിയ ഇലയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൂടെ പരത്തി കൊടുക്കാവേ. ഇൻ കേസ് ഒരു വലിയ ഇലയാണെങ്കിൽ നമുക്ക് പകുതിയായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ പരത്തി കൊടുക്കാവേ. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് ഫില്ലിങ്സ് ഇടാം കേട്ടോ. ഈ ശർക്കര നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സില്ലേ, ആ ഫില്ലിങ്സ് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഫില്ലിങ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് നമുക്കിങ്ങനെ മടക്കണം കേട്ടോ. രണ്ടായിട്ട് ഇങ്ങനെ മടക്കണേ. മടക്കിയിട്ട് ആ എഡ്ജൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ശർക്കരയൊക്കെ പുറത്ത് വരാതിരിക്കാൻ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണേ. ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് വലിയ ഇലയാണെങ്കിൽ നമുക്ക് പകുതിയായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ. പിന്നെ നമുക്ക് ഇങ്ങനെ ആവിയിലിട്ട് പുഴുങ്ങി ഒരു 15 to 20 മിനിറ്റ്സ് ആകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുവേ. നല്ല മണം വരാൻ തുടങ്ങും കേട്ടോ ഈ സമയത്ത്. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്ത് രസമാണ് നോക്കി കാണാൻ. വാവ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമുക്കെന്നാ പറഞ്ഞാൽ തുറന്നു നോക്കിയാലോ. ദേ എന്ത് ഭംഗിയല്ലേ കാണാൻ. അതേപോലെ ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ മഞ്ഞളെല്ലാം കാണുമല്ലോ. അപ്പം എൻജോയ് യുവർ പാത്തോളി. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.